അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ദില്ലിയിൽ യുവാക്കളും വിദ്യാർത്ഥികളും നടത്തിയ സമരം. ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം സമരത്തിന് പിന്തുണ നൽകി രംഗത്ത് വന്നു. അവസാനം BJPക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഇന്ത്യൻ യുവതയ്ക്ക് മുന്നിൽ, ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ. സമരം കഴിഞ്ഞു, വൻ വിജയമായിരുന്നു സമരം. മന്ത്രി രാജിവെക്കേണ്ടി വന്നു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത ദിവസം സ്വാഭാവികമായും വലിയ വാർത്ത വരും. വലിയ വാർത്ത വരിക തന്നെ ചെയ്തു. എല്ലാ മാധ്യമങ്ങളും 1ഉം 2ഉം പേജുകൾ സമരത്തിൻ്റെ വിജയത്തെക്കുറിച്ച്, അതുമാത്രമല്ല സമരം തുടങ്ങിയത് മുതൽ അവസാനിച്ചതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകി. കേരളത്തിലെ മാധ്യമങ്ങളും മാറി നിന്നില്ല, വലിയ പ്രചാരണം കൊടുത്തു. കേരളത്തിലെ മാധ്യമങ്ങൾ സമരത്തിനും സമരത്തിൻ്റെ വിജയത്തിനും. സമരത്തിൻ്റെ വിജയത്തെക്കുറിച്ച് മലയാള മനോരമ കൊടുത്ത വാർത്തയിൽ ഒരു പ്രത്യേക കോളമുണ്ടായിരുന്നു. ദില്ലിയിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ വലിയ സമരം, അടുത്ത കാലത്ത് വിജയം കണ്ട സമരങ്ങളിൽ ഒന്ന്. കേന്ദ്രമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന്, BJPക്ക്, സംഘപരിവാറിന് യുവാക്കളുടെ മുന്നിൽ, വിദ്യാർത്ഥികളുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. വലിയ വാർത്താ പ്രാധാന്യം നേടി സമരവിജയം. കേരളത്തിലെ മാധ്യമങ്ങളും വലിയ വാർത്തകൾ നൽകി. ആരൊക്കെയാണ് സമരം നയിച്ചത്? ഇക്കാര്യത്തിൽ മലയാള മനോരമയ്ക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ഒന്ന് CJP നേതാക്കളാണ്. അവരുടെ കൂട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഉണ്ടായിരുന്നു. എന്നാൽ ഐസയുടെ പേര് മാത്രമാണ്, CPI-MLന്റെ വിദ്യാർത്ഥി സംഘടനയായ ഐസയുടെ പേര് മാത്രമാണ് മലയാള മനോരമ കൊടുത്തത്, ഐസയുടെ നേതാവിൻ്റെ ഫോട്ടോ അടക്കം. അക്കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ, അതില്ലെങ്കിൽ അദ്ദേഹവും കൂടിയാണ് ഈ സമരം നയിച്ചത് എന്നായിരുന്നു മലയാള മനോരമ സമരം നയിച്ചവരെക്കുറിച്ചുള്ള പ്രത്യേക വാർത്തയിൽ ഫോട്ടോ സഹിതം കൊടുത്തത്. അന്ന് തന്നെ വിമർശനമുയർന്നു മലയാള മനോരമയ്ക്ക്. സമരം ആരംഭിച്ചത് ജൂൺ 20-നാണ്. കോൺഗ്രസ് സമരത്തിൽ ഇടപെട്ടത് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതിന് ശേഷമാണ്. സമരത്തെ അതിനു മുമ്പ് തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഒരു വാക്കുപോലും സമരത്തെക്കുറിച്ച് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ, എന്ന് വെച്ചാൽ സമരം അവസാനിക്കുന്നതുവരെ സമരപ്പന്തലിലേക്ക് പോയിരുന്നില്ല. സമാന്തര സമരമാണ് കോൺഗ്രസ് നടത്തിയത്, രാഹുൽ ഗാന്ധി നടത്തിയത്. അത് CJP നടത്തുന്ന, യുവജനങ്ങളും വിദ്യാർത്ഥികളും നടത്തുന്ന സമരത്തെ അട്ടിമറിക്കാനാണ് എന്ന വിമർശനം വരെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ സമരം വിജയിച്ചപ്പോൾ ഇതാ ക്രെഡിറ്റ് എടുക്കാൻ ഓടിയെത്തി രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനം ഉയർന്നത്, മലയാള മനോരമയ്ക്കെതിരെയും വിമർശനം ഉയർന്നത്. എന്നാൽ മലയാള മനോരമ കുറച്ച് ദിവസം മുമ്പ് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് എന്ന് വെച്ചാൽ സമരം അവസാനിച്ചതിന് ശേഷം മലയാള മനോരമ വാർത്ത കൊടുത്തു. അതിനു മുമ്പ് മനോരമ കൊടുത്ത വാർത്ത, സമരത്തെ പിന്തുണയ്ക്കണമെന്ന് സഖ്യകക്ഷികൾ, കോൺഗ്രസ് വഴങ്ങി എന്നാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് സമരത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കോൺഗ്രസ് സമരത്തിന് ഇറങ്ങിയത് എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെയാണ്. വാർത്ത നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധത്തെ പിന്തുണയ്ക്കണോ എന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ ആശയക്കുഴപ്പം. CJPയുടെ പ്രതിഷേധത്തെക്കാൾ അയോധ്യ സംഭാവനക്കൊള്ള പാർലമെന്റിൽ ഉന്നയിക്കാനായിരുന്നു കോൺഗ്രസ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പ്രതിഷേധാഗ്നിയുമായി ജന്തർ മന്ദറിൽ നിന്ന യുവാക്കളെ കാണാതെ പോകരുതെന്ന് ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഇതര പാർട്ടികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. സമരം അവഗണിക്കുന്നത് യുവാക്കളോട് ചെയ്യുന്ന അനീതിയാകുമെന്ന് ഇടതു പാർട്ടികളുടെയും തൃണമൂൽ, സമാജ്വാദി പാർട്ടികളുടെയും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് പ്രതിഷേധക്കാരെ പോലീസ് കൈകാര്യം ചെയ്തതടക്കം ആയുധമാക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചത്. വിദ്യാർത്ഥി പ്രതിഷേധവും അയോധ്യയിലെ കൊള്ളയും ഒന്നിച്ചുന്നയിക്കാമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ വിഷയം ആദ്യം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. അപ്പോൾ മലയാള മനോരമ തന്നെ പറയുന്നു, കോൺഗ്രസ് സമരം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്ന്. വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിന് ശേഷം പോലും സമരം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസ്. പക്ഷേ സഖ്യകക്ഷികളുടെ, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം തയ്യാറാകുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെ. എപ്പോഴാണ്?
സമരം തീരുന്നതിന് 2 ദിവസം മുമ്പ്. അതിനു മുമ്പ് ഒരു മാസമായി ദില്ലി സമരത്തിലാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും. ആ സമരസ്ഥലത്തേക്ക് ഒരു കോൺഗ്രസ് എം പി എങ്കിലും തിരിഞ്ഞു നോക്കിയോ, പോയോ? പ്രിയങ്ക ഗാന്ധി ദില്ലിയിൽ തന്നെയുണ്ട്, രാഹുൽ ഗാന്ധി വിദേശത്താണ്. പ്രിയങ്ക ഗാന്ധി പോയിട്ട് ഒരു സാധാരണ കോൺഗ്രസ് എം പി പോലും സമരപ്പന്തലിലെത്തുകയും സമരത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നിലപാട് സമരത്തെ തള്ളിപ്പറയുക എന്നത് തന്നെയായിരുന്നു. അവസാനം ഇന്ത്യ സഖ്യത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമരത്തോടൊപ്പം ചേർന്നു. അപ്പോഴും ഒപ്പം ചേർന്നില്ല, ഒറ്റയ്ക്ക് സമരം നടത്തി. എന്നിട്ടിപ്പോൾ സമരം വിജയിച്ചപ്പോൾ ഇതാ ഞങ്ങളാണ് സമരം വിജയിച്ചത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കോൺഗ്രസ്. മലയാള മനോരമ തന്നെ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്നു. 2 സമയത്ത് നൽകിയ 2 വാർത്തകളിലൂടെ